സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ദൃശ്യമുണ്ട്. JCBയുമായി കൊമ്പ് കോർക്കുന്ന ഒരു കാട്ടാനയുടേത്. അതെന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അനുശ്രീ വത്സൻ ചേരുന്നുണ്ട് തത്സമയം. അനു, വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാട്ടാനയാണെങ്കിലും നാട്ടാനയാണെങ്കിലും ഒക്കെ പേടിയാണ്. ഒരു നാട്ടാനയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലൊരു ആളുടെ ജീവൻ എടുത്തത്. കാട്ടാനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വയനാട്ടിലും ഇടുക്കിയിലുമൊക്കെയുള്ള ജനങ്ങൾക്ക് എങ്ങനെയാണ് അവർ ബുദ്ധിമുട്ടുന്നത്, പൊറുതിമുട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. കൃഷി നശിപ്പിക്കാനും മനുഷ്യജീവൻ എടുക്കാനും ഒക്കെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഇത്രത്തോളം വേദനയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്നറിയത്. ഇപ്പോൾ എന്താണ് ഈ ഒരു സംഭവം, എവിടെയാണത് ഉണ്ടായത്? ഹിമ പറഞ്ഞതുപോലെ തന്നെയാണ്, ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമ്മൾ കണ്ടത്. ഇത് പശ്ചിമ ബംഗാളിലാണ്. അവിടുത്തെ ഡാംഡീം എന്ന ഒരു പ്രദേശത്ത് ആന ഇറങ്ങിയാണ്. അവിടെ പൊതുവെ ആനകൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട്. ആനയുടെ ഒരു ശൗര്യമാണ് നമ്മൾ കണ്ടത്. ഈ കാട്ടാന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാടിനെ ഇളക്കി മറിച്ച് അതിൻ്റെ ഒരു ശൗര്യത്തിലാണ് അത് വന്ന് ഈ JCBയിലേക്ക് ഇടിക്കുന്നത്. നമ്മളെപ്പോഴും ഈ ആനകളെയൊക്കെ ഇണക്കി വളർത്താൻ ശ്രമിക്കുമ്പോൾ പോലും ആലോചിക്കേണ്ട ഒരു കാര്യം, അതൊക്കെ അത്രയേറെ വയലന്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഈ ആന. ആന നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഭക്ഷണം നേടിയാണ്. പക്ഷേ ആൾക്കാർ അതിനെ പ്രകോപിതരാകുന്നു. ആനയെ കണ്ടതോടുകൂടി ഇവർ പിന്നാലെ ഓടുന്നു. അങ്ങനെ ആന പാടത്ത് കണ്ട ഒരു JCBക്ക് നേരെ തിരിയുകയാണ് ഉണ്ടായത്. JCB ഡ്രൈവർ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. JCB ഡ്രൈവർ പെട്ടെന്ന് തന്നെ ആ ഒരു ധൈര്യം വീണ്ടെടുത്തിട്ട് അതിൻ്റെ മുന്നിലത്തെ കൈ റോക്ക് ബക്കറ്റ് ഉയർത്തുകയാണ് ചെയ്തത്. ആന ആ ശൗര്യത്തോടു കൂടി വന്ന് ഇതിലേക്ക് ഇടിക്കുന്നു. അതിൻ്റെ മസ്തകത്തിന് പരുക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ വൈറലായതിനെ തുടർന്ന് പശ്ചിമ ബംഗാളിലെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒരാൾ അതിൽ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, മനുഷ്യര് അവരുടെ ജീവന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ആനയുമായിട്ട് കൊമ്പ് കോർക്കാൻ നിന്നത് തന്നെ. എന്നിട്ടും അതിലെ ഈ വീഡിയോ വൈറലായതിനെ തുടർന്ന് ആൾക്കാരുടെ കമന്റുകളും അല്ലെങ്കിൽ മറ്റ് അഭിപ്രായങ്ങളും ഒക്കെ വന്നത് ആനയോട് ഇത്രയും ക്രൂരത പാടില്ല, ആനയെ സംരക്ഷിക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ്. ആ തരത്തിൽ തന്നെയാണ് കേസുകളടക്കം എടുത്തിരിക്കുന്നതും. നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ദിനംപ്രതി ഇത്തരം വാർത്തകൾ വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെ അവരുടെ ചിലപ്പോൾ മനുഷ്യന്റെ ഇടപെടൽ തന്നെയാണ് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിന് ഭക്ഷണം കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലുക, ഇവിടെ നിൽക്കരുത്, ഇവിടെ വന്യമൃഗ ഭീഷണിയുണ്ട്, ആന ഇറങ്ങുന്ന ഇടമാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ കൃത്യമായി അവിടെ ചെന്ന് ഓരോ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തും. ചിലപ്പോൾ മനുഷ്യന്റെ ഇടപെടൽ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്? അതെ, അതായത് മനുഷ്യരുടെ ഇടപെടൽ കാരണം അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് കൂടി പറയാം. പക്ഷേ ഇതിൽ ആന നാട്ടിലേക്ക് ഇറങ്ങി ഭക്ഷണം നേടുന്ന സമയത്ത് മനുഷ്യരെ കണ്ട് പ്രകോപിതരാകുന്നതാണ്. മനുഷ്യർ അങ്ങോട്ടേക്ക് ആനയെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തെളിവായിട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ വൈറലായതിനെ തുടർന്ന് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ആനയെ ഉപദ്രവിക്കരുത് എന്ന രീതിക്കാണ് വന്നിരിക്കുന്നത്. ആന പ്രകോപിതനായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മനുഷ്യർ തിരിച്ച് അവരെ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തത്. വന്യജീവി സംരക്ഷണം എന്ന് നമ്മൾ എല്ലാ സമയത്ത് പറയുമ്പോൾ പോലും വന്യജീവികൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. വന്യജീവികൾ മാത്രമല്ല, മനുഷ്യരും ഈ നാട്ടിലെ ജീവജാലങ്ങൾ തന്നെയാണ്. അതിൽ മനുഷ്യനും സംരക്ഷണം വേണം, അതുപോലെ തന്നെ മൃഗങ്ങളെയും നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതാണ്. സ്വന്തം ജീവൻ നോക്കാൻ ഏതൊരു മനുഷ്യനും ആ ഒരു ഘട്ടത്തിൽ തിരിയുമെന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ എന്തായാലും പശ്ചിമബംഗാൾ എന്തായാലും സംഭവിച്ചിരിക്കുന്നത്, മനുഷ്യനെ നേരെ ആക്രമിക്കാൻ പ്രകോപിതനായി ആന വന്നെടുക്കുന്നു. അപ്പോൾ സ്വയജീവൻ രക്ഷിക്കാൻ വേണ്ടി, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ ആനയെ തുരത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് സമാനമായ കാഴ്ചകളുണ്ട്. അതേസമയം മൃഗങ്ങളെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയും. അനുശ്രീ വത്സനാണ് ഒരു കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നൽകിയത്.